പാലക്കാട് പനയമ്പാടത്ത് അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. 2 ലോറികളുടെയും ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. റോഡിന്റെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കും. റോഡിൽ കോൺക്രീറ്റ് ഡിവൈഡർ സ്ഥാപിക്കുമെന്നും മന്ത്രി. പനയമ്പാടം അപകടത്തിന് പിന്നാലെയുള്ള ജനരോക്ഷത്തെ തുടർന്നാണ് നടപടി. അപകട സ്ഥലത്ത് വണ്ടിയോടിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എന്തൊക്കെയാണ് മന്ത്രി സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞത്? ഈ പനയമ്പാടത്തെ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാവുന്ന പശ്ചാത്തലത്തിൽ അതിനൊരു ശാശ്വത പരിഹാരം, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. ഏതായാലും അദ്ദേഹം ഇവിടെ വാഹനം ഓടിച്ചുൾപ്പെടെ പരിശോധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഈ റോഡിലൂടെ വാഹനം ഓടിച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് റോഡിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള വീതി കുറവുണ്ട്, അതേസമയം മറ്റൊരു വശത്ത് വലിയ വീതിയും ഉണ്ട് എന്നുള്ളത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണെങ്കിൽ അപകടം നടന്ന ആ ഭാഗത്ത് റോഡിന് വീതി കുറവാണ് എന്നുള്ളതാണ്. അതേസമയം അതിന്റെ നേരെ എതിർവശത്ത് റോഡ് അത്യാവശ്യം വീതിയുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഈ അപകടത്തിന് പ്രധാന കാരണമാവുന്ന ഒരു ഘടകമായി മന്ത്രി വാഹനം ഓടിച്ചുൾപ്പെടെ പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എന്നോണം, ആദ്യഘട്ട നടപടി എന്നോണം ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് റോഡിന്റെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിക്കും. ആ നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ ഇനി പ്രത്യേക പഠനമൊന്നും നടത്തേണ്ട ആവശ്യകതയില്ല. നേരത്തെ തന്നെ IIT ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ പഠന റിപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് മോട്ടോർ വാഹന വകുപ്പ് PWDക്കും മറ്റുമൊക്കെ കൈമാറുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇനി നടപ്പാക്കേണ്ടതായിട്ട് ഇവിടെ ഉള്ളത്. അതായത് ഈ റോഡിനെ പരുക്കനാക്കി മാറ്റുക എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ റോഡിൽ വീതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേഗതയുമായി ബന്ധപ്പെട്ട് 70 കിലോമീറ്റർ വേഗതയാണ് ഈ റോഡിന്റെ വേഗപരിധിയെങ്കിലും 30 കിലോമീറ്ററാക്കി അത് ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ സൈൻ ബോർഡുകൾ ഇവിടെ എവിടെയും കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ സൈൻ ബോർഡുകൾ കൃത്യമായിട്ട് കാണുന്ന തരത്തിൽ, ഒരു കട്ടി കൂടിയ തരത്തിൽ ഇവിടെ ഒരു മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിക്കുന്ന നടപടിയാണ് മറ്റൊന്നായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ IITയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഓരോ കാര്യങ്ങൾ, 6ഓളം കാര്യങ്ങൾ അതിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ 6 കാര്യങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ വേണം. അത് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുവേണ്ടിയുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യമായി മന്ത്രി പറയുന്നത്, മണ്ണാർക്കാട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന ഭാഗത്ത് ഇടതുവശത്തായിട്ട് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഈ പനയമ്പാടത്തിൻ്റെ ഒരു നൈസ് ബാക്കറി ഉണ്ട്. അതിന് സമീപത്തായിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും അവിടെ ഒരു പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. ആ പാർക്കിങ്ങും ആ ഓട്ടോ സ്റ്റാൻഡും ഒക്കെ അവിടെ നിന്ന് മാറ്റണം. അതിനെയൊക്കെ അതിൻ്റെ നേരെ എതിർവശത്തേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഡ്രൈവർമാർക്ക് അവിടെ കൃത്യമായിട്ട് കാഴ്ച ലഭിക്കുന്നില്ല, ഇങ്ങനെ അവിടെ ഒരു പാർക്കിംഗ് ഉള്ളത് കൊണ്ട്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൊതുവെ റോഡിന്റെ മധ്യഭാഗത്ത് കയറി വരുന്ന ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. മന്ത്രി തന്നെ വാഹനം ഓടിച്ചു നോക്കിയപ്പോഴും മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അങ്ങനെ വലതുവശത്തേക്ക് റോഡിന്റെ മധ്യഭാഗത്തേക്ക് കയറി വരാതിരിക്കണമെങ്കിൽ അവിടെയുള്ള ആ പാർക്കിംഗ് മാറ്റണം. അതിനുവേണ്ട നടപടികളും ഉടൻ തന്നെ കൈക്കൊള്ളും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും ഇതിൻ്റെയൊക്കെ വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ പരിശോധന നടത്തും. വിദഗ്ധ സംഘം ഉൾപ്പെടെ പരിശോധന നടത്തിയതിന് ശേഷം അടുത്ത ദിവസം, അതായത് ചൊവ്വാഴ്ച, ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ് കളക്ടറേറ്റിൽ ചേരുന്നുണ്ട്. ആ റിവ്യൂ മീറ്റിങ്ങിനൊക്കെ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്ന കാര്യം മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആ മന്ത്രിസഭയിൽ അത് ചർച്ച ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രിയായിരിക്കും അത് സംബന്ധിച്ച കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. ഏതായാലും മന്ത്രി ഏറെ നേരം ഈ പനയമ്പാടത്ത് അപകടം നടന്ന സ്ഥലത്തെ ചെലവഴിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ തന്നെ വാഹനം ഓടിച്ചുൾപ്പെടെയാണ് ഈ റോഡിൽ അദ്ദേഹം പരിശോധന നടത്തിയത്. ഇനി പുതിയ പഠനങ്ങളും മറ്റൊന്നും ഇനി നിലവിൽ ആവശ്യമില്ല. നേരത്തെ തന്നെ ഇവിടെ പഠനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ പനയമ്പാടത്തെ IIT ഉൾപ്പെടെ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. നമ്മൾ മന്ത്രിയോട് കൃത്യമായി ചോദിച്ചിരുന്നത് ഫോളോ അപ്പ്, നേരത്തെ തന്നെ ഇങ്ങനെ പഠനം നടത്തി IIT ഒക്കെ പഠനം നടത്തി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ നടത്തിയില്ല എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യമുണ്ട്. അവിടെ മന്ത്രി പറഞ്ഞത് അത് ഇനി ഫോളോ അപ്പ് എന്തായാലും ഉണ്ടാവും എന്ന തരത്തിലാണ്. ഏതായാലും ഇനി വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇവിടെ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് വരും. ആ വിദഗ്ധ സംഘം ഇനി എന്താണ് ഇവിടുത്തെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന നടത്തി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന നടപടികൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിലേതായാലും മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ട നടപടികൾ പനയമ്പാടത്ത് ഉണ്ടാവും എന്നുള്ളതാണ്.
അരുണാലത്തൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പനയമ്പാടത്ത് അപകടം നടന്ന സ്ഥലമാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്ദർശിച്ചത്. അപകടം നടന്ന റോഡിന്റെ നടുവിൽ കോൺക്രീറ്റ് ഡിവൈഡർ സ്ഥാപിക്കുമെന്നും ഇപ്പോൾ സന്ദർശനത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. അപകട സ്ഥലത്ത് വണ്ടി ഓടിച്ച് പരിശോധിച്ചതിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം.